ഭീകരൻ അബ്ദുൾ റഹ്മാൻ മക്കയെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി UN സുരക്ഷാ കൗൺസിൽ. അമേരിക്ക 16 കോടി തലയ്ക്ക് വിലയിട്ട മക്കയെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച് സുരക്ഷാ കൗൺസിലിൽ പ്രമേയം കൊണ്ടുവന്നെങ്കിലും ചൈന തടസ്സവാദങ്ങൾ ഉന്നയിച്ചു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ-ഇ തയ്യബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത ബന്ധുവാണ് ഇയാൾ. നിലവിൽ ലഷ്കർ-ഇ തയ്യബയുടെ ഡെപ്യൂട്ടി അമീറും രാഷ്ട്രീയകാര്യ വിഭാഗത്തിന്റെ തലവനുമാണ്. അൽ-ഖായ്ദ, IS എന്നീ ഭീകര സംഘടനകളുമാണ് മക്കിക്ക് അടുത്ത ബന്ധമുള്ളത്. കശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന് യുവാക്കളെ പ്രേരിപ്പിക്കുകയും ഇതിനായി പണം സ്വരൂപിക്കുകയും ചെയ്യുന്നതിന്റെ ചുമതലക്കാരനുമാണ്. നേരത്തെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസിൽ പാകിസ്ഥാനിലെ കോടതി അബ്ദുൾ റഹ്മാൻ മക്കിയെ ശിക്ഷിച്ചിരുന്നു. എറണാകുളം വടക്കൻ പറവൂരിൽ മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 33 പേർക്ക് ഭക്ഷ്യവിഷബാധ. ഭക്ഷ്യവിഷബാധയേറ്റവർ പറവൂർ താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലാണ്. ഗുരുതരാവസ്ഥയിലുള്ള ഒരാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പറവൂർ പട്ടണത്തിൽ ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന മജ്ലിസ് ഹോട്ടലിൽ നിന്നും ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചവരെയാണ് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. ഭക്ഷ്യവിഷബാധയേറ്റവരിൽ പകുതിയോളം പേർ കുന്നുകര MES കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഛർദിയും വയറിളക്കവും മൂലം പലരും അവശനിലയിലായി. ഗുരുതരാവസ്ഥയിലായ ചെറായി സ്വദേശിനി ഗീതുവിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അൽഫാമന്തി കഴിച്ചിട്ടുണ്ട്, പിന്നെ ഷവായി കഴിച്ചിട്ടുണ്ട്. പിന്നെ ആ ചേട്ടൻ റൈസ് മാത്രമാണ് കഴിച്ചത്, ചിക്കൻ യൂസ് ചെയ്തിട്ടുള്ള. എല്ലാവർക്കും വന്നിട്ടുണ്ട്. വിഷയം വന്നിട്ടുണ്ട്. സാധാ ഭക്ഷണം കഴിച്ചവർക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കന് തന്നെയാണോ പ്രശ്നം എന്ന് അറിഞ്ഞൂടാ. കാരണം ആ സാറിന് ചിക്കൻ കഴിച്ചിട്ടുള്ള, റൈസ് മാത്രം കഴിച്ചിട്ടും ഇപ്പോൾ ഫുഡ് പോയിസൺ ആയിട്ടുണ്ട്. പറവൂർ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഹോട്ടൽ പൂട്ടിച്ചു. മജ്ലിസ് മാനേജ്മെന്റിന്റെ മറ്റൊരു ഹോട്ടലിനെതിരെ കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചിരുന്നു. ചായപ്പൊടിയിൽ നിറം ചേർത്തതിനെ തുടർന്നായിരുന്നു നടപടി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം, വിജിലൻസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഹോട്ടലിലും ഭക്ഷ്യവിഷബാധയേറ്റവരുടെ വീടുകളിലുമെത്തി സാമ്പിളുകൾ ശേഖരിച്ചു. ന്യൂസ് 18 കൊച്ചി. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണാതായ പോസ്റ്റൽ ബാലറ്റുകൾ അടങ്ങിയ ബാലറ്റ് പെട്ടികൾ ഹൈക്കോടതി കസ്റ്റഡിയിൽ സൂക്ഷിക്കും. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട KPM മുസ്തഫ ഫയൽ ചെയ്ത ഹർജിയിൽ വരണാധികാരിയെ കക്ഷിയാക്കും. ബാലറ്റുകൾ കാണാതായ സംഭവത്തിൽ കോടതി നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന് MLA നജീബ് കാന്തപുരം ആവശ്യപ്പെട്ടു. കോടതി നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് മലപ്പുറത്തുനിന്നും എണ്ണിയില്ലെന്ന് ആരോപണമുയർന്ന പോസ്റ്റൽ ബാലറ്റുകൾ ഉൾക്കൊള്ളുന്ന ബാലറ്റ് ബോക്സുകൾ കോടതിയിലെത്തിച്ചത്. ജുഡീഷ്യൽ രജിസ്ട്രാറെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ബാലറ്റ് പെട്ടി ഹൈക്കോടതി കസ്റ്റഡിയിലേക്ക് മാറ്റി. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച ബാലറ്റുകൾ മറ്റൊരിടത്ത് കണ്ടെത്തിയത് അതീവ ഗുരുതരമെന്ന് വിശേഷിപ്പിച്ച കോടതി വരണാധികാരിയെ കേസിൽ കക്ഷിയാക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. എതിർകക്ഷികൾക്ക് സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിനും അവസരം നൽകി. കേസ് പരിഗണിക്കുന്നത് ജനുവരി 31 മാറ്റി. തനിക്കെതിരായ ഗൂഢാലോചനയുടെ ഭാഗമാണ് എതിരാളികളുടെ പരാതി. സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ കോടതിയുടെയോ മേൽനോട്ടത്തിലോ അന്വേഷണം വേണമെന്ന് നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിലെടുത്ത ഒരു വലിയ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ഇതിൽ കക്ഷിയാക്കിയിരിക്കുകയാണ്. സബ് കളക്ടറെ കക്ഷിയാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടി ഈ കേസിൽ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടാമ്പേർഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പിന്നെ എല്ലാ തരത്തിലുമുള്ള അതിന്റെ ആധികാരികത, സീക്രസി ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നടപടികളുടെ ഭാഗമാണ് ബാലറ്റ് പെട്ടി കാണാതായതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. ട്രഷറിയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കേണ്ട ബാലറ്റ് പെട്ടികൾ മലപ്പുറം സഹകരണ രജിസ്ട്രാർ ഓഫീസിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് 4 ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതായും കളക്ടർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണാതെ മാറ്റിവെച്ച 384 തപാൽ വോട്ടുകൾ എണ്ണണമെന്നായിരുന്നു ഇടതു സ്ഥാനാർത്ഥിയുടെ ആവശ്യം. 38 വോട്ടുകൾക്കായിരുന്നു ഇവിടെ UDF സ്ഥാനാർത്ഥിയുടെ വിജയം. ന്യൂസ് 18 കൊച്ചി. പെരിന്തൽമണ്ണ ട്രഷറിയിലെ സ്ട്രോങ് റൂമിൽ നിന്ന് ബാലറ്റ് ബോക്സ് മലപ്പുറം സഹകരണ രജിസ്ട്രാർ ഓഫീസിലെത്തിയതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ പിഴവ്. 4 പേർക്ക് മലപ്പുറം ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റുകൾ നശിപ്പിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതുപ്രകാരം കൊണ്ടുവന്ന പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ബാലറ്റ് പെട്ടികൾക്കൊപ്പമായിരുന്നു പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ ബാലറ്റ് പെട്ടികൾ ഉൾപ്പെട്ടത്. ഇവ നശിപ്പിക്കപ്പെടാതിരുന്നത് ഭാഗ്യം കൊണ്ടുകൂടിയാണ്. പെട്ടി കൊണ്ടുവന്നവർക്കും കൊടുത്തുവിട്ടവർക്കും വലിയ പിഴവാണ് വന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. പരിശോധിക്കാതെയാണ് പെട്ടി കൊടുത്തുവിട്ടതും കൊണ്ടുവന്നതും.
ഇതുമായി ബന്ധപ്പെട്ട് 4 ഉദ്യോഗസ്ഥർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷണർക്ക് കൈമാറിയെന്നും കളക്ടർ പറഞ്ഞു. സംഭവത്തിൽ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സർക്കാർ മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതേസമയം തുടരന്വേഷണത്തിലെ സംഭവിച്ചത് എന്താണെന്ന കാര്യത്തിൽ വ്യക്തത കൈവരൂ. ന്യൂസ് 18 മലപ്പുറം. SN ട്രസ്റ്റ് അധ്യക്ഷൻ വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി. SN ട്രസ്റ്റ് ബൈലോയിൽ നിർണായക ഭേദഗതിക്ക് ഹൈക്കോടതി അംഗീകാരം നൽകി. വഞ്ചന കേസുകളിലും ട്രസ്റ്റിന്റെ സ്വത്ത് സംബന്ധമായ കേസുകളിലും ഉൾപ്പെട്ടവർ ട്രസ്റ്റ് ഭാരവാഹിത്വത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരെ SN ട്രസ്റ്റിന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഭേദഗതിക്കാണ് ഹൈക്കോടതി അംഗീകാരം നൽകിയത്. SN ട്രസ്റ്റ് ഭാരവാഹിയായ ചെറിയന്നൂർ ജയപ്രകാശാണ് ഭേദഗതി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. വഞ്ചന കേസുകളിലും ട്രസ്റ്റിന്റെ സ്വത്ത് സംബന്ധമായ കേസുകളിലും ഉൾപ്പെട്ടവർ ട്രസ്റ്റ് ഭാരവാഹിത്വത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. കുറ്റവിമുക്തരാകും വരെ ട്രസ്റ്റ് ഭാരവാഹിയായി തുടരാൻ പാടില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. SNDP യോഗം യൂണിയൻ മുൻ സെക്രട്ടറി KK മഹേഷിന്റെ മരണത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പ്രതിയാക്കി കേസെടുത്തിരുന്നു. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മാരാരിക്കുളം പോലീസാണ് കേസെടുത്തത്. ഈ സാഹചര്യത്തിൽ പുതിയ ഭേദഗതി വെള്ളാപ്പള്ളിക്ക് തിരിച്ചടിയാണ്. പൊതുവിധിയാണ് വന്നത്. തന്നെ മാത്രം ബാധിക്കുന്നതല്ല, ട്രസ്റ്റിലെ എല്ലാവർക്കും ബാധകമാണെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. SN ട്രസ്റ്റിന്റെ ബൈലോ തയ്യാറാക്കിയത് ഹൈക്കോടതിയാണ്. അതിനാൽ ഭേദഗതി അംഗീകരിക്കേണ്ടതും കോടതിയാണ്. ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുസ്താഖ്, ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ന്യൂസ് 18 കൊച്ചി. ക്വാറിയിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ PV അൻവർ MLA ED വീണ്ടും ചോദ്യം ചെയ്യുന്നു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ അൻവർ ഹാജരാക്കിയതായാണ് വിവരം. ഇന്നലെ സമൻസ് അയച്ചാണ് അൻവറിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയത്. കാസർഗോഡ് ക്വാറിയിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് 50 ലക്ഷം രൂപ മലപ്പുറം സ്വദേശി സലീമിൽ നിന്ന് തട്ടിയെടുത്തു എന്നാണ് കേസ്. ക്യുസാറ്റിന് പിന്നാലെ സാങ്കേതിക സർവകലാശാലയിലും ആർത്തവാവധി അനുവദിച്ചു. ഇന്ന് നടന്ന ബോർഡ് ഓഫ് ഗവേണൻസ് യോഗത്തിൽ ഏകകണ്ഠേനയാണ് തീരുമാനമെടുത്തത്. എത്ര ശതമാനം ഇളവ് നൽകണമെന്ന കാര്യം അടുത്ത സിൻഡിക്കേറ്റ് യോഗം ചർച്ച ചെയ്യും. ക്യുസാറ്റിലെടുത്ത തീരുമാനത്തിന് ചുവട് പിടിച്ചാണ് KTUവിലും ആർത്തവാവധി അനുവദിക്കുന്നത്. എല്ലാ സർവകലാശാലകളിലും ആർത്തവാവധി അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരുന്നു. ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നതായി മുന്നറിയിപ്പ് നൽകി വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ സർവേ. ഫോറം പുറത്തിറക്കിയ ചീഫ് എക്കണോമിസ്റ്റ് ഔട്ട്ലുക്കിലാണ് സാമ്പത്തിക വിദഗ്ധർ ഈ വർഷം മാന്ദ്യം പ്രവചിക്കുന്നത്. അമേരിക്കയും യൂറോപ്പും ധനകാര്യ നിയന്ത്രണങ്ങൾക്ക് തുടക്കമിടുമെന്ന വിവരങ്ങൾക്ക് പിന്നാലെയാണ് ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്കെന്ന് ആഗോള വിദഗ്ധരും വിലയിരുത്തുന്നത്. ഇക്കണോമിക് ഫോറത്തിന്റെ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം വിദഗ്ധരും സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാഹചര്യമാണ് മുൻകൂട്ടി കാണുന്നത്. സെന്റർ ഫോർ ദ ന്യൂ എക്കോണമി ആൻഡ് സൊസൈറ്റിയുടെ ചീഫ് എക്കണോമിസ്റ്റ്സ് ഔട്ട്ലുക്കിന്റെ ജനുവരി ലക്കത്തിലാണ് പഠനം പുറത്തു വന്നിരിക്കുന്നത്. സർവേയിൽ പങ്കെടുത്ത 2/3 ഭാഗം ധനകാര്യ വിദഗ്ധരും ഈ നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. 18% സാമ്പത്തിക വിദഗ്ധരും മാന്ദ്യത്തിനുള്ള കനത്ത സാധ്യതയാണ് കണക്കുകൂട്ടുന്നത്. ഈ വർഷം യൂറോപ്പിലും അമേരിക്കയിലും വളർച്ചാ നിരക്ക് കുറയുമെന്നാണ് ആശങ്ക. മാന്ദ്യം കുറയ്ക്കാൻ സംരംഭകർ ചെലവ് ചുരുക്കലിലേക്കും തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുന്നതുപോലുള്ള നടപടികളിലേക്കും നീങ്ങുമെന്ന് പഠനം മുൻകൂട്ടി കാണുന്നു. കഴിഞ്ഞ മാസമാണ് എക്കണോമിക് ഫോറം സർവേ നടത്തിയത്. നിലവിലെ സാമ്പത്തിക സാഹചര്യം പരിശോധിക്കുന്നതിനും പുതിയ ധനകാര്യ സാധ്യതകൾ ആരായുന്നതിനും വേണ്ടിയായിരുന്നു സർവേ. സാമ്പത്തിക നയരൂപീകരണത്തിന് തയ്യാറെടുക്കുന്നവർക്കും വ്യാവസായിക പദ്ധതി ആവിഷ്കരിക്കുന്നവർക്കും മാർഗനിർദ്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫോറം പഠനം നടത്തിയത്. ധനതത്വ ആസൂത്രണത്തിൽ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിൽ ആഗോള വിദഗ്ധരുടെ ഈ നിലപാട് നിർണായകമാവുകയാണ്. അന്താരാഷ്ട്ര നയതന്ത്ര പ്രതിസന്ധികളും യുദ്ധവും ചില മേഖലകളിലെ സംഘർഷാവസ്ഥയും ആഗോള സാമ്പത്തിക മേഖലയിൽ ചെറുതല്ലാത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. മാന്ദ്യം സമ്മർദ്ദം വർദ്ധിക്കുന്നതിന് വഴിവെക്കും. എന്നാൽ മാന്ദ്യത്തിന് കാര്യമായി സാധ്യത ഇല്ല എന്ന് കരുതുന്ന സാമ്പത്തിക വിദഗ്ധരും ഉണ്ട്. ലോക എക്കണോമിക് ഫോറത്തിന്റെ സർവേയിൽ പങ്കെടുത്ത ചെറിയ ഒരു വിഭാഗം ധനതത്വ വിദഗ്ധർ മാത്രമേ മാന്ദ്യത്തിനുള്ള സാധ്യത തള്ളിക്കളയുന്നുള്ളൂ. ബിസിനസ് ഡെസ്ക്, ന്യൂസ് 18. BJP അധ്യക്ഷനായി JP നദ്ദ 2024 വരെ തുടരാൻ BJP ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനം. ഈ മാസം 20-ന് 3 വർഷ കാലാവധി പൂർത്തിയാക്കുന്ന നദ്ദയ്ക്ക് 1 വർഷം കൂടി നീട്ടി നൽകാൻ യോഗം തീരുമാനിക്കുകയായിരുന്നു. കാലാവധി നീട്ടി നൽകാനുള്ള പ്രമേയം രാജ്നാഥ് സിംഗ് അവതരിപ്പിച്ചു. ഐക്യകണ്ഠേനയാണ് ദേശീയ എക്സിക്യൂട്ടീവിൽ പ്രമേയം പാസാക്കിയത്. ബംഗാളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പാർട്ടി നേട്ടങ്ങളുണ്ടാക്കിയത് നദ്ദയുടെ കീഴിലാണെന്ന് അമിത്ഷാ പറഞ്ഞു. ഭാരത് ജോഡോ യാത്ര ജമ്മുകശ്മീരിൽ പ്രവേശിക്കാനിരിക്കെ രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പുമായി സുരക്ഷാ ഏജൻസികൾ. ഭീകരാക്രമണത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കാറിൽ സഞ്ചരിക്കാനാണ് നിർദ്ദേശം. പഞ്ചാബിൽ യാത്രയ്ക്കിടെ സുരക്ഷാ വീഴ്ച സംഭവിച്ചതായും ആക്ഷേപം ഉയർന്നു. വ്യാഴാഴ്ച ജമ്മുകശ്മീരിലേക്ക് കടക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് വിപുലമായ സുരക്ഷാ സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്.
ഇതിന്റെ ഭാഗമായാണ് ചില നിർദ്ദേശങ്ങൾ സുരക്ഷാ ഏജൻസികൾ രാഹുൽ ഗാന്ധിക്ക് നൽകിയത്. കശ്മീരിൽ ചില സ്ഥലങ്ങളിൽ കാൽനട യാത്ര ഒഴിവാക്കണമെന്നാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭീകര ആക്രമണത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കാറിൽ സഞ്ചരിക്കണം. ജനുവരി 27-ന് അനന്തനാഗ് വഴി യാത്ര ശ്രീനഗറിലേക്ക് കടക്കും. രാഹുൽ ഗാന്ധിക്ക് നിലവിൽ Z+ സുരക്ഷാ സംവിധാനമാണ് നൽകുന്നത്. യാത്രയിൽ പങ്കെടുക്കുന്നവർ കാശ്മീരിൽ രാത്രി തങ്ങുന്ന സ്ഥലങ്ങളിലെ സുരക്ഷാ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച് വിശദമായ അവലോകനം നടക്കുന്നുണ്ട്. അതിനിടെ പഞ്ചാബിൽ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ സുരക്ഷാ വീഴ്ചയുണ്ടായതായി ആക്ഷേപം ഉയർന്നു. സുരക്ഷാ വലയം ഭേദിച്ചൊരാൾ രാഹുൽ ഗാന്ധിക്ക് സമീപത്തെത്തി. മഞ്ഞ ജാക്കറ്റ് ധരിച്ചെത്തിയയാൾ രാഹുലിനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പെട്ടെന്നു തന്നെ ഇടപെട്ട കോൺഗ്രസ് പ്രവർത്തകർ ഇയാളെ തള്ളിമാറ്റുകയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് സുരക്ഷയൊരുക്കുന്നതിൽ CRPFന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിക്കുന്നതായി കോൺഗ്രസ് കഴിഞ്ഞയാഴ്ച ആരോപണം ഉന്നയിച്ചിരുന്നു. യാത്രയ്ക്ക് നൽകുന്ന സുരക്ഷ ശക്തിപ്പെടുത്തണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചാബിലുണ്ടായ സംഭവം കൂടുതൽ വിവാദങ്ങൾക്ക് വഴി തുറന്നേക്കാം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കൊല്ലം കരുനാഗപ്പള്ളിയിൽ 1 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ കടത്തിയ സംഭവത്തിൽ ലോറി ഉടമയും CPM ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റി അംഗവുമായ ഷാനവാസിന്റെ വാദങ്ങൾ ഒന്നൊന്നായി പൊളിക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഷാനവാസ് ജയനുമായി വാടക കരാറിൽ ഏർപ്പെട്ടത് അഭിഭാഷക മുഖാന്തരം ചാത്തനാട്ടെ വസതിയിൽ വെച്ച് 6 മണിക്ക് രാത്രിയെന്നാണ് വ്യക്തമാക്കിയത്. എന്നാൽ CDR രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ജയൻ അന്നേ ദിവസം ആലപ്പുഴയിൽ എത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മുഖ്യപ്രതി ഇജാസും ഷാനവാസുമായി ബന്ധപ്പെട്ട ഫോൺ രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നാലാം തീയതി പെർമിറ്റ് കിട്ടുന്നു. 6-ാം തീയതി ഞാൻ ഒരു കരാറുണ്ടാക്കുന്നു. പിന്നെ എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു വ്യവസായം ചെയ്യണമെങ്കിൽ എൻ്റെ സ്വന്തം പേരിൽ വാഹനമെടുത്ത് ഞാൻ ചെയ്യണം. ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആളാണ്. കഴിഞ്ഞ 2 കൊല്ലമായി 5 നേരം നിസ്കരിച്ചുകൊണ്ട് കൃത്യതയോടുകൂടി ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. എനിക്കൊരിക്കലും ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യേണ്ടതില്ല. ഞാൻ മാന്യമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ 1 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ കടത്തിയ സംഭവത്തിൽ ലോറി ഉടമയും CPM ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റി അംഗവുമായ ഷാനവാസിന്റെ വാദങ്ങൾ ഒന്നൊന്നായി പൊളിക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഷാനവാസ് ജയനുമായി വാടക കരാറിൽ ഏർപ്പെട്ടത് അഭിഭാഷക മുഖാന്തരം ചാത്തനാട്ടെ വസതിയിൽ വെച്ച് 6-ന് രാത്രിയെന്നാണ് വ്യക്തമാക്കിയത്. എന്നാൽ CDR രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ജയൻ അന്നേ ദിവസം ആലപ്പുഴയിൽ എത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 6-ന് ജയൻ മറ്റൊരു ജില്ലയിലായിരുന്നു. 2022 ആഗസ്റ്റിന് ശേഷം ജയൻ സ്വദേശമായ കട്ടപ്പനയിൽ എത്തിയിട്ടില്ലെന്നാണ് അവിടെ എത്തിയ കരുനാഗപ്പള്ളി പോലീസിനെ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. 9-ന് എറണാകുളത്താണ് ജയന്റെ അവസാന ടവർ ലൊക്കേഷൻ. പിന്നീട് 2 ഫോണുകളും സ്വിച്ച് ഓഫ് ആണ്. 55,000 രൂപ പ്രതിമാസ വാടക നൽകി വാഹനമെടുക്കാൻ ശേഷിയുള്ള ആളല്ല ജയനെന്നും പോലീസ് പറയുന്നു. ക്രിമിനൽ ലഹരി സംഘങ്ങളുമായി ജയന് ബന്ധമുണ്ടെന്നും സൂചനയുണ്ട്. അതേസമയം കേസിൽ അറസ്റ്റിലായ ആലപ്പുഴയിൽ നിന്നുള്ള CPM പ്രവർത്തകൻ ഇജാസ് ലഹരിക്കടത്ത് നടന്ന വേളകളിലും വാഹനം പിടിച്ച ശേഷവും ഷാനവാസിനെ ബന്ധപ്പെട്ടതിന്റെ ഫോൺ രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നിന്നുള്ള കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യും. ഷാനവാസുമായി ബന്ധപ്പെട്ട് സർക്കാർ വ്യാജരേഖയടക്കം ചമച്ച ഭൂമി തട്ടിപ്പ് കേസിന്റെ വിശദാംശങ്ങളും അന്വേഷണ സംഘം തേടും. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ ഷാനവാസിനെയും സംരക്ഷിച്ച CPM നേതാക്കന്മാരെയും ഒരുപോലെ വെട്ടിലാക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ കണ്ടെത്തലുകൾ. കേസിൽ ഒരു പടി കൂടി കടന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കാനാണ് സാധ്യത. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പോസ്റ്റൽ ബാലറ്റുകൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. ജനവിധി അട്ടിമറിക്കുന്ന തരത്തിലുള്ള സംഭവം കേരളത്തിൽ ആദ്യമായാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എഴുത്തും വായനയുമുള്ളവരെ കോൺഗ്രസിന് പേടിയാണെന്ന് K മുരളീധരൻ. അങ്ങനെയുള്ളവർ വന്നാൽ എന്തെങ്കിലും ആകുമോ എന്നാണ് പേടിയെന്ന് മുരളീധരൻ. നയന സൂര്യന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച്. തിരുവനന്തപുരത്ത് നയന താമസിച്ചിരുന്ന വീട്ടിലെത്തിയ അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. 500 കിലോ പഴകിയ ഇറച്ചി പിടികൂടിയ സംഭവത്തിൽ നഗരസഭയും പോലീസും സംയുക്തമായി കൈപ്പടമുകളിലെ വീട്ടിൽ പരിശോധന നടത്തി. വീട്ടിൽ നിന്നും ഇറച്ചി എവിടേക്ക് കൊണ്ടുപോയ എന്നതിന്റെ രേഖകളും കണ്ടെത്തി. GST വകുപ്പ് പുനഃസംഘടന ചരക്ക് സേവന നികുതി സംവിധാനം പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടിയെന്ന് ധനമന്ത്രി. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ കൂടുതൽ ശാസ്ത്രീയമായി നികുതി പിരിക്കാനാകുമെന്നും ധനമന്ത്രി.
മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ചെയർമാനുമായ പി ജെ ജോസഫിന്റെ ഭാര്യ ഡോക്ടർ ശാന്ത ജോസഫ് അന്തരിച്ചു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജിയോ ട്രൂ 5G സേവനം പാലക്കാട്ടും ലഭ്യമായി തുടങ്ങി. ഇതോടെ ജിയോ 5G സേവനങ്ങൾ കേരളത്തിലെ 11 നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. ജനുവരി 17 മുതൽ പാലക്കാട്ടെ ജിയോ ഉപഭോക്താക്കൾക്ക് അധിക ചെലവുകളൊന്നുമില്ലാതെ സെക്കൻഡിൽ 1 GB വേഗത്തിൽ അൺലിമിറ്റഡ് ഡാറ്റ ലഭിക്കും. ഉപഭോക്താക്കൾക്ക് വെൽക്കം ഓഫറിലേക്ക് ക്ഷണം ലഭിക്കും. ജിയോ ട്രൂ 5G ഇന്ത്യയിൽ ഇതിനോടകം 100-ൽ പരം നഗരങ്ങളിൽ ലഭ്യമാണ്. പാലക്കാട് MP ശ്രീകണ്ഠൻ സ്പീഡ് ടെസ്റ്റ് നടത്തി 5G ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഏരിയ ബിസിനസ് ഹെഡ് വിപിൻ നന്ദഗോപൻ, ജെസി മാനേജർ സിജു കോലത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. തത്സമയം നടത്തിയ ടെസ്റ്റിൽ 1600 Mbps സ്പീഡ് ലഭിച്ചു. ഉപഭോക്താക്കൾക്ക് 5G സ്പീഡ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കൗണ്ടറുകൾ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സജ്ജീകരിക്കും. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. മനു